മിറക്കിൾ മേക്കേഴ്സ്. ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായ ഒന്നാണ്. ഇതുവരെ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. എൻ്റെ അടുത്ത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് കേട്ടോ. അതായത് നമ്മളുടെ എക്സ് ലവറിനെ അല്ലെങ്കിൽ നമ്മളുടെ എക്സ് ഹസ്ബൻഡ് അല്ലെങ്കിൽ എക്സ് വൈഫ്, അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ച് നമ്മളുടെ ഒരു വ്യക്തി, അതല്ലെങ്കിൽ നമ്മളുടെ ചിലപ്പോൾ ഒരുപാട് സ്നേഹിച്ചൊരു ഫ്രണ്ടായിരിക്കാം. എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തിയെ എങ്ങനെ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം? അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സ്പെഷ്യൽ പേഴ്സണിനെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച്. അതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിൽ ടെക്നിക്സുകൾ പറയുന്നതിന് മുമ്പിട്ട് പറയട്ടെ, ഈ ഒരു ടെക്നിക്സുകൾ, അതായത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏതൊരു ടെക്നിക്സുകളായാലും അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റുള്ളവർക്ക് ഒരു രീതിയിലും ദ്രോഹം ചെയ്യുന്നതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കാനൊക്കെ ആയിട്ടോ ഒന്നും ഈ ടെക്നിക്സുകൾ യൂസ് ചെയ്യരുത്. നല്ല ചിന്തയോട് കൂടി നല്ല രീതിയിലുള്ളൊരു റിസൾട്ടിന് വേണ്ടി മാത്രം ഈ ടെക്നിക്സുകൾ യൂസ് ചെയ്യുക. ഇങ്ങനൊരു ടെക്നിക്സ് പറഞ്ഞു തരാൻ കാരണം, ചിലപ്പം ഈ പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കാം പിരിഞ്ഞത്. പക്ഷേ അവർക്ക് രണ്ടു പേർക്കും പിരിയണമെന്ന ആഗ്രഹമില്ലായിരിക്കാം, അല്ലെങ്കിൽ രണ്ടു പേർക്കും ഈ ഒരു ബന്ധം തിരിച്ച് പഴയതുപോലെ വരണം എന്നുണ്ടായിരിക്കാം. പക്ഷേ രണ്ടുപേരുടെയും ഈഗോ കാരണമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യം കാരണമോ ആയിരിക്കാം അവർ തിരിച്ചു വരാത്തത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അല്ലാണ്ട് വേറൊരു രീതിയിൽ, അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കയറിയിട്ടൊരു തേർഡ് പേഴ്സണായിട്ട് നിങ്ങൾ വേറൊരാളുടെ ലൈഫിൽ കയറി ഒരാളെ അട്രാക്റ്റ് ചെയ്യാൻ നോക്കരുത്. അത് അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ വളരെയധികം നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം ഈ വീഡിയോ കാണുക. ആദ്യമായിട്ട് നിങ്ങളുടെ ആ സ്പെഷ്യൽ പേഴ്സൺ ആരാന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഓർക്കുക, ആ വ്യക്തിയെക്കുറിച്ചിട്ട്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത്. അതിന് എപ്പോഴും നമ്മളൊരു ബ്രേക്കപ്പിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ട് പേര് തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മളെപ്പോഴും നമ്മളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ നെഗറ്റീവുകൾ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. ആ വ്യക്തിയുടെ കുറ്റം കൊണ്ടാണ് എന്ന് മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. വളരെ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ചിന്തിക്കുക, എന്തായിരുന്നു യഥാർത്ഥ കാരണം, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്, എന്തൊക്കെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ, എന്തായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കറക്റ്റായിട്ടൊരു റീസണിലേക്ക് എത്തിച്ചേരുക. ആ ഒരു റീസൺ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എഴുതി വെക്കുക. ഇന്ന കാരണം കൊണ്ടാണ് ഈ ബന്ധം വേർപിരിഞ്ഞു പോയത് അല്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയത് എന്ന് എഴുതുക. അടുത്തതായിട്ട് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ എടുക്കുക. എന്നിട്ട് ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് നിങ്ങൾ മനസ്സിൽ താങ്ക് യു പറയുക യൂണിവേഴ്സിനോട്. അതായത് നിങ്ങളുടെ ആ വ്യക്തി, സ്പെഷ്യൽ പേഴ്സൺ തിരിച്ചു വന്നിട്ട് ഉള്ള നിങ്ങളുടെ ലൈഫാണിപ്പോൾ എന്നാണ് ചിന്തിക്കേണ്ടത്. അതായത് ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ആ ഫോട്ടോ കണ്ടിട്ട് അതിനെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്, ഇന്ന ആളെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. ഞങ്ങൾ വളരെ സന്തോഷത്തോടും സമാധാനത്തോടുമുള്ളൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് മനസ്സിൽ വിചാരിക്കുക. എനിക്ക് തോന്നുന്നു ഇത് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കാരണം നമ്മൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പം കൂടുതൽ ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളുടെ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അത് തന്നെയാണിത് എന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളൊരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ കൂടെ ഓൾറെഡി ആ വ്യക്തി ഉണ്ട്, നിങ്ങളും ആ വ്യക്തിയും കൂടെ ഉള്ള ആ ഒരു ലൈഫ് വളരെ സന്തോഷമാണ് എന്ന് ചിന്തിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്നത്, നിങ്ങൾ ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് തന്നെ പറയുക, ഐ ലവ് യു, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ സെൻഡ് യു ഹീലിംഗ്. കൈകൾ രണ്ടും ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. അതായത് നമ്മളൊരാളെ ബ്ലെസ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ്, നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൈ എങ്ങനെയാണ് പിടിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ട് കൈകളും ആ ഫോട്ടോയ്ക്ക് നേരെ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് നിങ്ങളിങ്ങനെ പറയുക, ഐ ലവ് യു, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ സെൻഡ് യു ഹീലിംഗ്. ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക.
ഒരു 21 വട്ടം റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പി, നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഒരു സന്തോഷമായിരിക്കണം. എന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് എന്ന രീതിയിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കും. ഇപ്പം ഈ ടെക്നിക്സുകളൊക്കെ ചെയ്താൽ തന്നെയും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുകൾ കയറി വരും. അത് അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇനി തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ വരുമ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബുക്കിനകത്ത് എഴുതുക. നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത്, എന്ത് നെഗറ്റീവ് ചിന്തയാണോ, എന്ത് ഡൗട്ടാണോ വരുന്നത്, അതൊരു ബുക്കിനകത്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു അഫർമേഷൻ ഉണ്ടാക്കുക. അതായത് ഇന്ന സ്പെഷ്യൽ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വരുമോ എന്നതായിരിക്കും നിങ്ങളുടെ ഒരു ഡൗട്ട്. അപ്പം നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ടുള്ളൊരു അഫർമേഷൻ ആക്കിയിട്ട് എങ്ങനെ മാറ്റും? ഇന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. അതായത് ആ ഒരു ഡൗട്ടിനെ നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു അഫർമേഷനായിട്ട് മാറ്റിയെടുക്കുക. ആ അഫർമേഷൻസിനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്നത്രയും സമയങ്ങൾ അത് മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ സമയത്ത് നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ലവ് അഫർമേഷൻസ് കേട്ടുകൊണ്ടിരിക്കുക. യൂട്യൂബിൽ ഒരുപാട് ലവ് അഫർമേഷൻസ് കിട്ടും. അത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പം ലവ് അഫർമേഷൻസുകൾ കേട്ടുകൊണ്ടിരിക്കുക. കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിൽ ഉരുവിടുകയോ ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിൽ ചൊല്ലുകയോ ചെയ്യാം. ലവ് അഫർമേഷൻ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഒരു ഫ്രണ്ടിനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു അഫർമേഷൻ, അതായത് അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നതുപോലുള്ളൊരു അഫർമേഷൻസ് എഴുതി അത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ്. അഫർമേഷൻസ് എന്ന് പറയുന്നത് വെച്ചാൽ ഐ ആം വർത്തി ഓഫ് ലവ്, അതായത് എനിക്ക് സ്നേഹിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ട്, അതിന് നന്ദി യൂണിവേഴ്സ്, എന്നെ സ്നേഹിക്കുവാനായിട്ട് ഒരുപാട് പേര് എനിക്ക് ചുറ്റുമുണ്ട്, അതിന് നന്ദി യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ ഒരുപാട് അഫർമേഷൻസ് നിങ്ങൾക്കുണ്ടാക്കി അത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേ പോസിറ്റീവ് ആൻഡ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക യൂണിവേഴ്സിനോട്. ഇന്ന വ്യക്തി തിരിച്ചു വന്നതിന് നന്ദി, ഇന്ന വ്യക്തിയും ഞാനും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ളതിന് നന്ദി. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ്, ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിലുള്ള എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ പോസിബിൾ ആണോ, അതൊക്കെ എഴുതിയിട്ട്, അതൊക്കെ സംഭവിച്ചതായിട്ട് എഴുതിയിട്ട് നന്ദി, അതായത് താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സ്റ്റെപ്പാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ടൈമിൽ, അതായത് ഈ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ടൈം നിങ്ങൾ വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക, നന്ദിയോടുകൂടി ഇരിക്കുക. ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സണിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ആദ്യമേ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, അന്ന ആൾ തിരിച്ചു വരേണ്ടതിൻ്റെ ആവശ്യം എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇയാളെ തിരിച്ചു വേണമെന്ന് തോന്നുന്നത്. അതിനൊരു വാലിഡായിട്ടൊരു ജെന്യൂനായിട്ടൊരു റീസൺ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നമ്മളുടെ ആ ഒരു പേഴ്സണെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങളൊരിക്കലും ആ വ്യക്തിയെ ചേസ് ചെയ്യാൻ പോകരുത്. നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തിയെ ചേസ് ചെയ്യാൻ പോകരുത്. ചേസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഒക്കെ നടന്നു കഴിയുമ്പോൾ പിന്നെ തുരുതുരാ മെസ്സേജ് അയപ്പായിരിക്കും. എന്തിനാണ് റിപ്ലൈ ചെയ്യാത്തത്, എവിടാണ്, എന്താണ്, അങ്ങനെയാണ്, സോറിയാണ്, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ തുരുതുരാ മെസ്സേജ് അയക്കുന്നത് നിർത്തുക. പിന്നെ അവരുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ കയറി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അവരെപ്പോഴും ഓൺലൈനാണ്, അവരെപ്പോൾ ഓഫ്ലൈൻ പോകുന്നു എന്നുള്ളത് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ടോട്ടലി ഇഗ്നോർ ദാറ്റ് പേഴ്സൺ. അതായത് ഈ 3D ലൈഫിൽ, അതായത് ഈ 3D ആയിട്ടുള്ള പ്രപഞ്ചത്തിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾ ടോട്ടലായിട്ട് ഇഗ്നോർ ചെയ്യുക. ആ വ്യക്തിക്ക് നിങ്ങൾ ഫോൺ ചെയ്യേണ്ടത് ആവശ്യമില്ല, ആ വ്യക്തിക്ക് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല, ആ വ്യക്തിയുടെ സോഷ്യൽ മീഡിയയിൽ കയറി നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ ഒരു വ്യക്തിയെ ടോട്ടലി ഇഗ്നോർ ചെയ്യുക. ബട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ ടെക്നിക്ക് വഴി നമ്മളുടെ ഫ്രീക്വൻസി റേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ലവ് ഹീലാക്കിക്കൊണ്ടാണ് നമ്മൾ അവരെ തിരിച്ചു വരുത്തുന്നത്. നമ്മൾ ഇവരുടെ പിറകെ ചേസ് ചെയ്ത് മെസ്സേജ് അയച്ച് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എൻ്റെ ഭാഗത്ത് തെറ്റില്ലാഞ്ഞിട്ട് ഞാൻ കുറേ സോറി പറഞ്ഞു, എന്നിട്ടും ആ വ്യക്തി തിരിച്ചു വന്നില്ല. ഒരിക്കലും വരില്ല. കാരണം നമ്മളിങ്ങനെ ചേസ് ചെയ്യുന്നിടത്തോളം കാലം, നമ്മൾ ഒന്നിൻ്റെ പിറകെ പോകും തോറും അത് നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ടോട്ടലി ഇഗ്നോർ ചെയ്തുകൊണ്ട്, പക്ഷേ മനസ്സിൽ നിങ്ങൾ ഈ ടെക്നിക്കുകൾ ചെയ്തുകൊണ്ട് നമ്മളുടെ വൈബ്രേഷൻ ഉയർത്തിക്കൊണ്ട് നമുക്ക് ആ വ്യക്തി അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ടെക്നിക്ക്
പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒന്നുകൂടി ഞാൻ പറയട്ടെ, വളരെ പോസിറ്റീവായ കാര്യത്തിന് മാത്രം യൂസ് ചെയ്യുക. നല്ല ചിന്തയോടുകൂടി, നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം ഈ ടെക്നിക്ക് യൂസ് ചെയ്യുക. ഇത് വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം നേടിക്കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് കൂടി ഇത് എത്രത്തോളം എഫക്റ്റീവാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഒരുപാട് പേര് ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്ഫുള്ളാണെന്ന്, അതായത് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയ്ക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടൊരു ലൈഫാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാസ്റ്റ് ട്രോമാസ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ ഹീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസ് താഴെ കമൻറ്റ് ബോക്സിൽ കാണും. എന്തെങ്കിലും ഡൗട്ടുള്ളവർ വാട്സപ്പ് നമ്പറിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.